ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ ഭേദഗതികൾ തള്ളി. ബിൽ ഇന്ന് രാജ്യസഭയിൽ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം സ്ഥിരീകരിച്ച പ്രമേയം ലോക്സഭ അംഗീകരിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമവും നടത്തിവരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 6ാമത് ബീംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലേക്ക് തിരിച്ചു. നിരവധി രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ ചുമത്തി. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ലോകകപ്പിന് അർജന്റീനയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സംഘത്തെ മനു ഭാക്കർ നയിക്കും. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം മുന്നോട്ടുവച്ച ഭേദഗതികൾ നിരാകരിച്ചാണ് ബിൽ പാസാക്കിയത്. 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചും 232 പേർ എതിർത്തും വോട്ട് ചെയ്തു. 12 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് വോട്ടെടുപ്പിലൂടെ ബിൽ പാസായതായി സ്പീക്കർ ഓം ബിർള സഭയിൽ പ്രഖ്യാപിച്ചത്. माननीय सदस्यगण, शुद्धि के अद्यतन मत विभाजन का परिणाम इस प्रकार है. पक्ष में 288, विपक्ष में 232. प्रस्ताव स्वीकृत हुआ और विधेयक यथा संशोधित पारित हुआ. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുക, പൈതൃക സ്ഥലങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ ബില്ലിൽ നിർദ്ദേശിക്കുന്നു. വഖഫ് ബോർഡ് ഇടപാടുകളിൽ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവർ കൈകടത്തുമെന്ന തരത്തിലുള്ള ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ബിൽ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ബില്ലിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकाल. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട് കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് സിപിഐഎം എംപി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂനപക്ഷത്തിനെതിരെ നടത്തുന്ന നീക്കമാണിതെന്ന് കോൺഗ്രസ് എംപി കെ സി വേണുഗോപാൽ വിമർശിച്ചു. ടിഡിപി, ജെഡിയു, എൽജെപി, ആർഎൽഡി ഉൾപ്പെടെയുള്ള എൻഡിഎ ഘടകകക്ഷികൾ ബില്ലിനെ പിന്തുണച്ചു. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലിന് ഇന്നലെ രാജ്യസഭ അംഗീകാരം നൽകി. ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ പ്രവേശനം, താമസം തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനാണ് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശികളുടെ എല്ലാ രേഖകളും വിശദമായി പരിശോധിക്കാൻ നിയമനിർമ്മാണം സഹായിക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് സ്ഥിരീകരിക്കുന്ന പ്രമേയം ഇന്നലെ ലോക്സഭ അംഗീകരിച്ചു. മണിപ്പൂരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എംപിമാരായ ശശി തരൂർ, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങിയവർ ഹ്രസ്വ ചർച്ചയിൽ പങ്കെടുത്തു. 6ാമത് ബീംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലൻഡ് സന്ദർശനമാണിത്. ബാങ്കോക്കിൽ തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളും സഖ്യകക്ഷികളുമായ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% തീരുവയാണ് ചുമത്തിയത്. ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% പ്രഖ്യാപിച്ചു. ജപ്പാന് 24% തീരുവയും ചുമത്തി. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവയാണ് ചുമത്തിയത്. ചൈനയ്ക്ക് 34%, ബംഗ്ലാദേശിന് 37%, പാകിസ്ഥാന് 29%, ശ്രീലങ്കയ്ക്ക് 44%, ഇസ്രായേലിന് 17% തീരുവ ചുമത്തി. പ്രഖ്യാപനത്തോടെ പുതിയ തീരുവകൾ നിലവിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിനെ തുടർന്ന് കൊച്ചിയിലെ മുനമ്പത്ത് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയും പടക്കം പൊട്ടിച്ചുമായിരുന്നു അർദ്ധരാത്രിയോടെ നടന്ന ആഹ്ലാദ പ്രകടനം. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധന നാളെ ആരംഭിക്കും. ഗുണഭോക്താക്കൾക്ക് സമ്മതപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കും. SSLC മൂല്യനിർണ്ണയം 26 വരെ 2 ഘട്ടമായി നടക്കും. 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം. മെയ് 3-ാം വാരം ഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി 89 ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയൻ നേതാക്കളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. പകൽ 3-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് യോഗം. ആശാ മേഖലയിലെ സംഘടനകളെ കൂടാതെ കേന്ദ്ര ട്രേഡ് യൂണിയൻ ഭാരവാഹികളും വിളിച്ചിട്ടുണ്ട്. വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് മന്ത്രി VN വാസവൻ നിർവഹിക്കും. കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള ചന്ത 12 മുതൽ 21 വരെ നീളും. പൊതുവിപണിയേക്കാൾ 40% വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകും. ഇന്ന് അർജന്റീനയിലെ ബ്യൂണോസ് എയർസിൽ ആരംഭിക്കുന്ന 2025-ലെ ISSF ലോകകപ്പിൽ 43 അംഗ ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘത്തെ മനു ഭാക്കർ നയിക്കും. 45 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം ഷൂട്ടർമാർ ലോകകപ്പിൽ പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 8 വിക്കറ്റ് ജയം. ബംഗളൂരു ഉയർത്തിയ 169 റൺസ് വിജയലക്ഷ്യം ഗുജറാത്ത് 18-ാം ഓവറിൽ മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ആദ്യപാദ സെമി ഫൈനലിൽ ഇന്നലെ FC ഗോവയെ എതിരില്ലാത്ത 2 ഗോളിന് ബംഗളൂരു FC പരാജയപ്പെടുത്തി. ഇന്ന് 2-ാം സെമിയിൽ ജംഷഡ്പൂർ FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടും. വിവിധ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 സമ്മേളനത്തിൽ കേരളത്തിലെ 15 സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് ആരംഭിക്കുന്ന പരിപാടി 3 ദിവസം നീളും. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല ഇന്ന്. ഇരുദേശങ്ങളിലും പുലർച്ചെ തന്നെ ആഘോഷ ചടങ്ങുകൾ തുടങ്ങി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS താക്കാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദൌത്യത്തിൽ പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് 2500 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. സംശയാസ്പദമായി കണ്ടെത്തിയ കപ്പലുകളിൽ നടത്തിയ തെരച്ചിലിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. സ്പാം കോൾ ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തിയ ഏകദേശം 1.75 ലക്ഷം ലാൻഡ് ലൈൻ കണക്ഷനുകൾ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് വിച്ഛേദിച്ചു. ഇത്തരം പ്രവണതകൾ തടയാൻ വേഗത്തിൽ നടപടിയെടുക്കുന്നതിന് ടെലികോം സേവന ദാതാക്കളോട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3000 കടന്നു. 4500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി സൈന്യം രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ട് ഇന്നലെ രാത്രിയോടെ മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. മന്ത്രി ജയകുമാർ റാവൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഡൽഹിയും ഉത്തർപ്രദേശും നേരത്തെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. കുടിയേറ്റ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ഏജൻസിക്ക് രൂപം നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കുടിയേറ്റം നിയന്ത്രിക്കുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് നിയമങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഏജൻസിയുടെ ലക്ഷ്യം. ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിന് 3-ാം വർഷം. കരാർ നടപ്പാക്കിയതിനു ശേഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ മൊത്തം ഉഭയകക്ഷി വ്യാപാരം $24 ബില്യൺ ഡോളറിലെത്തിയെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ ഭേദഗതികൾ തള്ളി. ബിൽ ഇന്ന് രാജ്യസഭയിൽ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം സ്ഥിരീകരിച്ച പ്രമേയം ലോക്സഭ അംഗീകരിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമവും നടത്തിവരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ പാർലമെന്റിന്റെ അംഗീകാരം. 6ാമത് ബീംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലേക്ക് തിരിച്ചു. നിരവധി രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ ചുമത്തി. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ലോകകപ്പിന് അർജന്റീനയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സംഘത്തെ മനു ഭാക്കർ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി പുലർവട്ടം തുടരുന്നു.